നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തിൻ്റെ പേര് ഔദ്യോഗികമായിട്ട് കേരളം എന്ന് മാറ്റുന്നതിനായിട്ട് തയ്യാറാക്കിയ കേരള ബില്ലിന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെ ഈ നിർണായകമായ ഭരണഘടനാപരമായിട്ടുള്ള നിയമനിർമ്മാണ പ്രക്രിയ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും നേരത്തെ തന്നെ ഐക്യകണ്ഠേന പാസാക്കിയ ഈ ചരിത്രപ്രധാനമായിട്ടുള്ള ബില്ല് രാഷ്ട്രപതിയുടെ അനുമതി കൂടി ലഭ്യമായതോടെ ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അനുച്ഛേദം 3 അനുസരിച്ചാണ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിരിക്കുന്നത്. ഈ മാറ്റത്തിൻ്റെ ഭാഗമായി ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാവിധ ഔദ്യോഗിക രേഖകൾ, വെബ് പോർട്ടലുകൾ, അതോടൊപ്പം തന്നെ ഭരണ സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം തന്നെ ഘട്ടം ഘട്ടമായിട്ട് പേരുമാറ്റം നടപ്പിലാക്കാൻ പോവുകയാണ്. ഇതുവരെ ഇംഗ്ലീഷിൽ കേരള എന്ന് എഴുതിയിരുന്ന സ്ഥാനത്ത് ഇനി ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ രേഖകളിലും എല്ലാ ഭാഷകളിലും കേരളം എന്ന് തന്നെയാകും ഉപയോഗിക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിൽ ഗവൺമെൻറ് ഓഫ് കേരളം എന്നും മലയാളത്തിൽ കേരളം സർക്കാർ എന്നും മാറ്റങ്ങൾ വരുന്നതോടൊപ്പം തന്നെ നിലവിലെ കേരള നിയമസഭ എന്നത് ഇനി മുതൽ കേരളം നിയമസഭ എന്നായിരിക്കും അറിയപ്പെടുക. കൂടാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുതൽ താഴെത്തട്ടിലുള്ള വില്ലേജ് ഓഫീസുകൾ വരെയുള്ള എല്ലാ സർക്കാർ ഓഫീസുകളുടെയും ഔദ്യോഗിക ബോർഡുകൾ, സീലുകൾ, ലെറ്റർ പാഡുകൾ, വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്പുകൾ, ലോഗോകൾ എന്നിവയിലെല്ലാം തന്നെ പുതിയ പേരിന് അനുസൃതമായിട്ട് മാറ്റേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഭാവിയിൽ നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ഗസറ്റുകൾ, അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ എന്നിവയെല്ലാം തന്നെ ഇനി പുതിയ പേരിൽ തന്നെയാകും അച്ചടിക്കുക. ഇതിന് പുറമെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ബോർഡുകൾ, കോർപ്പറേഷനുകൾ, PSC, വിവിധ ഭരണഘടനാ കമ്മീഷനുകൾ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ എന്നിവയുടെ എല്ലാം തന്നെ പേരുകൾക്കൊപ്പം ഇനി കേരളം എന്ന് കൂട്ടിച്ചേർത്തായിരിക്കും ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈ വർഷത്തെ ഓണാഘോഷ ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 21-ന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുട്ടികളുടെ ആഗ്രഹപ്രകാരം യൂണിഫോം അല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയതായിട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച് സ്കൂളുകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായിട്ടും അദ്ദേഹം വ്യക്തമാക്കി. ഓണം കളറാക്കിക്കൊള്ളിൻ മക്കളെ, സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 21-ന് കുട്ടികളുടെ ആഗ്രഹപ്രകാരം യൂണിഫോം അല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാനുള്ള നിർദ്ദേശം നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി എന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുട്ടികളെയും അധ്യാപകരെയും സന്തോഷപൂർവ്വം അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി തുടരുമെന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളതും ഇത് സംബന്ധിച്ച വിവരങ്ങൾ മുൻപ് തന്നെ നമ്മുടെ ചാനൽ വഴി തന്നെ കൃത്യമായിട്ട് നിങ്ങളോട് അറിയിക്കുകയും ചെയ്തതാണ്. ഈ പദ്ധതി ഒരു വർഷത്തേക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്തുകയും ധനസഹായ വിതരണത്തിനുള്ള നടപടികൾ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക ധനസഹായം നൽകുന്ന ഈ പദ്ധതിയിൽ നിലവിൽ കുടിശ്ശികയുള്ള തുക ഉൾപ്പെടെ പുനഃസ്ഥാപിച്ച് നൽകുമെങ്കിലും സർക്കാരിൻ്റെ അന്തിമ ഉത്തരവുകളൊക്കെ തന്നെ പുറത്തിറങ്ങാൻ അല്പസമയം കൂടി എടുക്കുമെന്നതിനാൽ തന്നെ പണത്തിൻ്റെ വിതരണത്തിൽ ചെറിയ കാലതാമസം ഉണ്ടായേക്കാം. എന്നിരുന്നാലും അപേക്ഷ നൽകി അംഗീകാരം ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം കൃത്യമായി തന്നെ ലഭിക്കുന്നതായിരിക്കും. മുൻ സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിൽ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പുതിയ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുൻഗണനാ റേഷൻ കാർഡുള്ള 35-നും 60 വയസ്സിനുള്ളിൽ പ്രായമുള്ള ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകൾക്കായിട്ട് വിഭാവനം ചെയ്ത സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ ഈ പദ്ധതി തുടരുന്ന കാര്യത്തിൽ ഇതുവരെ അനുകൂല തീരുമാനങ്ങളൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മുൻപ് 2 ഗഡുക്കൾ വിതരണം ചെയ്തിരുന്ന ഈ പദ്ധതിയുടെ ഓണക്കാലത്തെ കുടിശ്ശിക നൽകുന്നതിലും തീരുമാനമായിട്ടില്ലെന്ന് മാത്രമല്ല, സേവന പോർട്ടൽ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം നീക്കം ചെയ്തത് പദ്ധതി പൂർണ്ണമായി നിർത്തലാക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയായതിനാൽ തന്നെ ഈ ആനുകൂല്യം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. നിലവിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യം ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയ KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷിച്ചറിഞ്ഞ് വരും ദിവസങ്ങൾ തന്നെ നമ്മുടെ ചാനലിലൂടെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വരാനിരിക്കുന്ന ഓണക്കാലം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഏറ്റവും അധികം നിർണായകവും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കേണ്ടതുമായിട്ടുള്ള ഒരു സവിശേഷ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഓണം സീസണിൽ മാത്രം സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്ന ആകെ ചിലവ് 10,000 കോടിയോളം രൂപ വരുന്ന ഭീമമായിട്ടുള്ള തുകയാണ്.
അതുകൊണ്ട് തന്നെ വിരമിച്ചവരുടെ പെൻഷൻ, അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ഉത്സവ ഭത്ത അഥവാ ബോണസ് എന്നിവയ്ക്ക് പുറമെ സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന് വലിയൊരു ആശ്വാസമാകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളും മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള അനവധി ആനുകൂല്യങ്ങളും ഒരേ സമയം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയ സാമ്പത്തിക ഉത്തരവാദിത്തമാണ് നിലവിൽ സർക്കാരിന് മുന്നിലുള്ളത്. ഈ വൻതുക കണ്ടെത്താനും അടിയന്തര ആവശ്യങ്ങൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാനുമായിട്ട് ഇന്ന് തന്നെ സംസ്ഥാന സർക്കാർ 2200 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ആകെ കടമെടുപ്പ് പരിധി 14,000 കോടി രൂപയ്ക്ക് മുകളിലാണെന്ന കാര്യവും ഈ ധനകാര്യ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ മാസാന്ത പെൻഷനുകളും ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളുമൊക്കെ തന്നെ അതാത് മാസങ്ങളുടെ അവസാന ആഴ്ചയിലാണ് വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഇത്തവണ ഓണമാകട്ടെ മാസാവസാനത്തോടനുബന്ധിച്ച് വരുന്നതിനാൽ തന്നെ ജനങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ തന്നെ പണം ലഭ്യമാക്കാൻ ഈ മൂന്നാമത്തെ ആഴ്ചയിൽ തന്നെ വിതരണം പൂർത്തിയാക്കാനുള്ള ഊർജിത നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ തലത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ടൈം ടേബിളും അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണ തീയതികളും ഇന്ന് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായിട്ട് പുറപ്പെടുവിക്കുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്ക് പുറമെ പ്രത്യേകിച്ചും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയും പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് മാസങ്ങളായിട്ട് ലഭിക്കാനുള്ള കുടിശ്ശിക വിതരണവും ഉടൻ തന്നെ നൽകുന്നതിനെക്കുറിച്ചുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഇന്നത്തെ അറിയിപ്പിൽ ഉണ്ടാകുമെന്നത് വലിയൊരു ആശ്വാസ വാർത്തയാണ്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത്തരം കുടിശ്ശികകൾ പുനഃസ്ഥാപിച്ച് നൽകുകയും പണം നേരിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ഓണക്കാലത്ത് വിപണിയിലും ജനജീവിതത്തിലുമൊക്കെ തന്നെ വലിയൊരു സാമ്പത്തിക ഉത്തേജനമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനാൽ തന്നെ ഇന്നത്തെ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം വളരെ സജീവമായി തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ റേഷൻ കടകളിൽ നിന്ന് പതിവായിട്ട് ലഭിക്കുന്ന ധാന്യങ്ങളും മറ്റ് ഭക്ഷ്യ സാധനങ്ങളുമൊക്കെ തന്നെ കൈപ്പറ്റുന്നതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണത്തെക്കുറിച്ചും റേഷൻ കാർഡ് ഉടമകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ 13-ലധികം വരുന്ന നിത്യോപയോഗ സബ്സിഡി സാധനങ്ങളാണ് സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി ജനങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മാത്രമല്ല വരും മാസങ്ങളിലെ പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസത്തിലെ ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ മുൻകൂറായിട്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ വാങ്ങാനുള്ള പ്രത്യേക ക്രമീകരണവും ഇപ്പോൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സപ്ലൈകോ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളതിനാൽ തന്നെ സാധനങ്ങൾ തീർന്നു പോകുമോ എന്ന ആശങ്കയില്ലാതെ തന്നെ ഉപഭോക്താക്കൾക്ക് ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. റേഷൻ ഷോപ്പുകൾ സന്ദർശിക്കുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും റേഷൻ കാർഡുകൾ ഹാജരാക്കി നിങ്ങൾക്കുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും അവിടെ നിന്നും ഉറപ്പാക്കേണ്ടതാണ്. ഇതിനു പുറമെ ഈ ഓണക്കാലം പ്രമാണിച്ച് സപ്ലൈകോ 3 തരം പ്രത്യേക കിറ്റുകളായിട്ടുള്ള അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ് എന്നിങ്ങനെ വ്യത്യസ്ത നിരക്കുകളിൽ ഉപഭോക്താക്കൾക്കായിട്ട് വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 1000 രൂപ വില മതിക്കുന്ന അത്തം കിറ്റും 1500 രൂപയുടെ ഉത്രാടം കിറ്റും 2000 രൂപയുടെ തിരുവോണം കിറ്റുമാണ് തയ്യാറാക്കിയിരിക്കുന്നതെങ്കിലും ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കിറ്റിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ 150 രൂപ മുതൽ 550 രൂപ വരെ അധിക മൂല്യമുള്ള സാധനങ്ങൾ ഓരോന്നിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല ചുരുക്കത്തിൽ നമ്മൾ നൽകുന്ന തുകയേക്കാൾ കൂടുതൽ തുകയ്ക്കുള്ള മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ലാഭകരമായിട്ട് ഓരോ കിറ്റിലൂടെയും നമ്മുടെ വീടുകളിലേക്ക് എത്തുകയും വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഇത്തരം സുവർണ അവസരങ്ങൾ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് വീടുകളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉപയോഗിച്ച് കൃത്യസമയത്ത് തന്നെ വാങ്ങി ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നലെ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. തിങ്കളാഴ്ച ഓഗസ്റ്റ് 17-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 50 രൂപ കൂടി 14,270 രൂപയിലും പവന് 400 രൂപ കൂടി 1,14,160 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.